Hi students, good morning all of you. സുഖമല്ലേ എല്ലാവർക്കും? കഴിഞ്ഞ ആഴ്ച മിസ്സ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. കൈപ്പടയ്ക്കകത്തൊക്കെ വൃത്തിയായിട്ട് എഴുതി വീട്ടിൽ തന്നെ സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ. എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എഴുതാത്തവർ എഴുതി പൂർത്തീകരിച്ചോണം. ഇന്ന് നമുക്ക് നമ്മുടെ അടുത്ത പാഠമായ ആദ്യത്തെ അംഗം, പാഠം 6 ആദ്യത്തെ അംഗം, അതിനകത്തേക്ക് നമുക്ക് പോകാം അല്ലേ? ഈ അംഗം എന്ന് വെച്ചാൽ എന്താ? അംഗം നിങ്ങൾ വീട്ടിലൊക്കെ വഴക്കുണ്ടാക്കുമ്പോൾ അമ്മമാർ ചിലപ്പോൾ പറയാം, എന്തംഗം ഈ ഉണ്ടാക്കുന്നതെന്നൊക്കെ ചോദിക്കാറില്ലേ അല്ലേ? വഴക്ക് എന്നാണല്ലേ. അപ്പം ഇത് ആദ്യത്തെ അംഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ വഴക്ക്. അതായത് ഈ മലയാള സാഹിത്യത്തിൽ പണ്ട് മുതൽ ധാരാളം വീരകഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് മനസ്സിലാവാൻ. നിങ്ങളെല്ലാവരും ഉണ്ണിയാർച്ചയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഉണ്ണിയാർച്ച, അതായത് നമുക്ക് വടക്കൻ പാട്ട് എന്നൊരു ഗാനശേഖരം അല്ലെങ്കിൽ ഒരു സാഹിത്യ വിഭാഗമാണത്. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഗാനശേഖരം എന്ന് തന്നെ പറയാം. മലയാളത്തിന് അങ്ങനെ ഒരു ഗാനശേഖരമുണ്ട്. അപ്പം ഈ വടക്കൻ പാട്ടിലെ ഒരു ധീര വനിതയായിരുന്നു ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ചയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം ഉണ്ണിയാർച്ച ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആരെങ്കിലും ആക്രമിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഉറുമി വീശി അവരുമായിട്ട് യുദ്ധം ചെയ്യുന്നതും അവരുടെ തല വെട്ടിക്കളയുന്നതും ഒക്കെ നമ്മൾ ധാരാളം കഥകളും സിനിമയിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? അപ്പം പിന്നെ നിങ്ങൾ തച്ചോളിയോധേനനെ കുറിച്ച് കേട്ടിട്ടില്ലേ? തച്ചോളിയോധേനൻ അല്ലേ? അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന പാഠഭാഗം തച്ചോളിയോധേനനെ കുറിച്ചുള്ള ഒരു പാഠഭാഗമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി നോക്കിയിരിക്കണം. മിസ്സ് വായിക്കാം കേട്ടോ. ഒത്തിരി കഥകൾ മിസ്സ് പറയുന്നില്ല. നമുക്ക് സ്കൂൾ തുറന്നു വരുമ്പോൾ മിസ്സ് കഥ പറയും. ഇപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ ഒത്തിരി കഥ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല, നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് മിസ്സ് നേരെ പാഠഭാഗത്തേക്ക് പോവുകയാണ്. കഥയൊക്കെ സ്കൂൾ തുറന്നു വരുമ്പം പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്ത് ശ്രദ്ധിച്ച് നോക്കി ഇരിക്കുക. നോക്കിക്കേ, പാഠം 6 ആദ്യത്തെ അംഗം. കടത്തനാട്ടെ വീരയോദ്ധാക്കളിൽ പ്രശസ്തനായിരുന്നല്ലോ ഒതേനൻ. ഒതേനക്കുറുപ്പിൻ്റെ ചെങ്ങാതിയായിരുന്നു ചാപ്പൻ. അതായത് കടത്തനാട്ട് എന്നുള്ള സ്ഥലപ്പേരാണ്. ആ സ്ഥലപ്പേരിലെ വീരയോദ്ധാക്കളിൽ, വീരൻ എന്ന് വെച്ചാൽ അറിയാലോ, നല്ല ധൈര്യവാന്മാരായ യോദ്ധാക്കൾ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യുന്നവർ. അപ്പം ഇങ്ങനെ കടത്തനാട്ടെ വീരയോദ്ധാക്കളിലെ പ്രശസ്തനായ ഒരു വ്യക്തിയായിരുന്നു ആര്? ഒതേനനും. മനസ്സിലായില്ലേ? അപ്പം ഈ ഒതേനക്കുറുപ്പിൻ്റെ ചങ്ങാതി എന്ന് വെച്ചാൽ ആരാണ്? കൂട്ടുകാരനാണല്ലേ. അപ്പം ഈ ഒതേനക്കുറുപ്പിൻ്റെ ചെങ്ങാതിയായിരുന്നു ആര്? ചാപ്പൻ. മനസ്സിലായില്ലോ? അപ്പം നമ്മൾ 2 കഥാപാത്രങ്ങളുടെ പേര് പഠിച്ചു. ആരൊക്കെയാണ്? ഒതേനനും ചാപ്പനും അല്ലേ? ഇനി ഈ ഒതേനൻ എവിടുത്തെ വീരയോദ്ധാവായിരുന്നു? കടത്തനാട്ടെ വീരയോദ്ധാവായിരുന്നു അല്ലേ? നോക്കിക്കേ, ഒരു ദിവസം ഒതേനനും ചാപ്പനും വളയം എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. നടന്നാണ് യാത്ര. അവർ വിശാലമായൊരു പാടത്ത് ചെന്നിറങ്ങി. പാടത്തിൻ്റെ മധ്യത്തുള്ള നടന്നു തെളിഞ്ഞ വരമ്പിലൂടെ ഇളങ്കാറ്റേറ്റ് വർത്തമാനം പറഞ്ഞ് അവർ നീങ്ങി. അതെ, ഇപ്പം പണ്ട് ഒക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ യാത്രാ സൗകര്യമൊന്നുമില്ല. അപ്പം നമ്മൾ നടന്ന് തന്നെ വേണമായിരുന്നു പോകാൻ. അപ്പോൾ ഇവരെങ്ങനെയാണ്? ഒരു ദിവസം ഈ ചാപ്പനും ഒതേനനും വളയം എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ അവരെങ്ങനെയാണ് പോയത്? നടന്നാട്ടോ അവർ യാത്ര ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ അവർ വളരെ വിശാലമായ ഒരു പാടത്തെത്തി. പാടം എന്ന് വെച്ചാൽ എന്താണ്? വയലാണല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വയലിൽ എത്തി. എന്നിട്ട് ആ പാടത്തിൻ്റെ മധ്യത്തിലൂടെ, മധ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടുക്ക്, പാടത്തിൻ്റെ നടുക്കൂടെ ഒരു തെളിഞ്ഞു കിടക്കുന്ന വഴിയുണ്ട്. ആ വഴിയിലൂടെ ഇളങ്കാറ്റൊക്കെ കൊണ്ട്, അപ്പോൾ അവിടെ വന്നപ്പോൾ കുറച്ച് കാറ്റൊക്കെ, ഇളങ്കാറ്റെന്ന് വെച്ചാൽ ചെറിയ കാറ്റ് വീശുന്നുണ്ട്. അങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് അവർ നടന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ നേരത്ത് അതേ വരമ്പിലൂടെ ഏതാനും പേർ ഒതേനന് എതിരെ വരുന്നുണ്ടായിരുന്നു. അകലെ വെച്ച് തന്നെ ഒതേനൻ അവരെ കണ്ടു. ചാപ്പനോട് അവർ ആരാണെന്ന് തിരക്കി. അപ്പം എന്താണ്?
ഈ നടന്നു വരുന്ന വഴി സാധാരണ ആളുകൾ നടക്കുന്ന വഴിയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ആ വഴിയിലൂടെ വേറെ കുറച്ച് പേര് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എതിരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിൽ ഓപ്പോസിറ്റ് എതിരെ വരുന്നുണ്ടായിരുന്നു. അപ്പം അകലെ വെച്ച് തന്നെ ഒതേനനെ അവരെ കണ്ടു. ഇത് നമുക്കറിയാലോ, നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വേറെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പാടില്ലേ? നമ്മൾ വണ്ടിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ പാടില്ലേ? കുറേ ദൂരത്ത് നമ്മുടെ എതിരെ വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നടക്കുന്ന സമയത്തും അതുപോലെ തന്നെയാണല്ലേ. അപ്പം അങ്ങനെ അകലെ വെച്ച് തന്നെ ഒതേനൻ ആരെ കണ്ടു? ഈ എതിരെ വരുന്നവരെ കണ്ടു. അപ്പോൾ അവർ ചാപ്പനോട് ഒതേനൻ അവർ ആരാണെന്ന് അന്വേഷിക്കുകയാണ്. പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരെ ശിഷ്യന്മാരുമാണ് ചാപ്പൻ പറഞ്ഞു. അപ്പം അക്കാലത്ത് ധാരാളം ശിഷ്യന്മാരും ഗുരുക്കന്മാരും ഒക്കെയുള്ള കാലഘട്ടമാണ്. അപ്പം ഈ വന്ന വ്യക്തിയുടെ പേര് പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരുമാണ്. എന്താണ് അദ്ദേഹത്തിൻ്റെ പേര്? ആ ഗുരുവിൻ്റെ പേരെന്തെന്നാണ്? പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാർ. എന്നോട് പറയാമോ? പറഞ്ഞു എല്ലാവരും മിസ്സിൻ്റെ ഒപ്പം. പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാർ. കേട്ടോ? പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരും ശിഷ്യന്മാരുമാണെന്ന് ചാപ്പൻ പറഞ്ഞു. അപ്പം കളരിക്കൽ ആശാൻ അല്ലേ? ഒതേനനും ചോദിച്ചു. അപ്പോൾ ആ കാലഘട്ടത്തിൽ ധാരാളം ഈ വടക്കൻ പാട്ടുകളിനകത്തെല്ലാം കളരികളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സിനിമയ്ക്കകത്തൊക്കെ കളരി ചെയ്യുന്നത്. ഇങ്ങനെ ഉറുമിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വീശി അല്ലേ? കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനെ ഈ വരുന്നയാൾ ഒരു കളരി ആശാനാണ്. അതായത് കളരി പഠിപ്പിക്കുന്ന ഒരാളാണ് കളരി ആശാൻ. കളരിക്കൽ ആശാൻ അല്ലേ? ഒതേനനും ചോദിച്ചു. അപ്പോൾ ഒതേനന് മനസ്സിലായി, ഈ പേര് കേട്ടപ്പോൾ മനസ്സിലായി. അപ്പം നോക്കിക്കേ തന്നെ, പക്ഷേ മുൻകോപിയും അഹങ്കാരിയും ധിക്കാരിയുമാണ് ചാപ്പൻ അറിയിച്ചു. അപ്പോൾ ചാപ്പൻ പറയുകയാണ്, തന്നെ ആ വരുന്നയാൾ അങ്ങേര് തന്നെയാണ്. പക്ഷെ അങ്ങേർക്ക് ഒരു കുഴപ്പമുണ്ട്. എന്താണ് കുഴപ്പം? അദ്ദേഹം മുൻകോപിയാണ്, അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. കേട്ടോ? അപ്പോൾ ആരാണ്? പെട്ടെന്ന് ദേഷ്യം വരും, അഹങ്കാരമുണ്ട്, പിന്നെ ആരെയും ഒരു പേടിയില്ല. അതാണ് ധിക്കാരം എന്ന് പറയുന്നത്. ആരെന്ത് പറഞ്ഞാലും അതിനെ എതിർത്ത് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം നടക്കും. അതാണ് ധിക്കാരം. ചാപ്പൻ അറിയിച്ചു. ഒതേനൻ ഒന്നിരുത്തി മൂളി നടന്നു. ചാപ്പൻ പുഞ്ചിരിച്ചു. അപ്പോൾ ഒതേനൻ ഒന്ന് ഇരുത്തി മൂളി, വരട്ടെ എന്നുള്ള രീതിക്ക് ഒതേനൻ ഒന്ന് ഇരുത്തി മൂളി. അപ്പോൾ അത് കേട്ട് ചാപ്പൻ എന്ത് ചെയ്തു? പുഞ്ചിരിച്ചു. നമ്പ്യാരും ശിഷ്യന്മാരും അടുത്തെത്തി. അയാൾ വഴി മാറാൻ കൂട്ടാക്കിയില്ല. ഒതേനനും വഴി ഒഴിയാൻ ഒരുങ്ങിയില്ല. ഇരുകൂട്ടരും വാശി മുഴുത്ത് ആവേശത്തോടെ നടന്നെടുത്തു. വിരിഞ്ഞ മാറുകൾ കൂട്ടിയിടിച്ചു. രണ്ടുപേരും വരമ്പിന് താഴേക്ക് തെറിച്ചു. അപ്പം എന്താ സംഭവിച്ചേ? നേരെ വരുമ്പോൾ നമ്മളിപ്പോൾ നടന്നു വരുമ്പോൾ നമ്മുടെ നേരെ തന്നെ, പിന്നെ പാടത്തിൻ്റെ വരമ്പിനൊരു പ്രത്യേകത നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മുടെ എല്ലാം പ്രദേശത്ത് ധാരാളം പാടങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, ഒരു സൈഡിൽ കൂടെ ഒരാൾക്ക് അല്ലെങ്കിൽ ഒരാളിങ്ങനെ പതുക്കിയൊന്നും ഒതുങ്ങിയില്ലെങ്കിൽ അടുത്തേക്ക് കടന്നു പോകാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ഇവരെന്താ ചെയ്തേ? ഞാൻ മാറില്ല, നീ മാറില്ല എന്നുള്ള രീതിയിൽ അവരവിടെ നിന്നു. അപ്പോൾ നമ്പ്യാരും ശിഷ്യന്മാരും അടുത്തെത്തി. അയാൾ വഴി മാറാൻ കൂട്ടാക്കിയില്ല. കാരണം അയാൾ വലിയ കളരിയാശാനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അയാൾ വഴി മാറാൻ കൂട്ടാക്കിയില്ല. ഒതേനനും എന്ത് ചെയ്തില്ല? ഒതേനനും വഴി മാറിയില്ല. അയാൾ അവിടെ വഴി ഒഴുതുങ്ങാതെ രണ്ടുപേരും വാശിയിൽ അങ്ങനെ നിന്നു. ഇപ്പോൾ ഒരു വണ്ടി നമുക്ക് നേർക്ക് നേരെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ കുറച്ച്, നിങ്ങളൊക്കെ വീടുകളിൽ വണ്ടിയുള്ളപ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ചിങ്ങനെ റിവേഴ്സൊക്കെ എടുത്ത് ബാക്കിലേക്ക് പോയി അങ്ങനെയൊക്കെയല്ലേ സൈഡ് ഉണ്ടാക്കി പോകുന്നത്, ചെറിയ വഴിയാണെങ്കിൽ. അപ്പോൾ അതങ്ങനെ. അപ്പം നടന്നു വരുമ്പോഴും ചെറിയ വഴിയാണെങ്കിൽ നമ്മളൊന്ന് ഒതുങ്ങി നിന്ന് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അടുത്തേക്ക് കടന്നു പോകാൻ പറ്റില്ലായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ എന്ത് ചെയ്യണം? മാറി നിന്ന് കൊടുക്കണം അല്ലേ? ഇവർ രണ്ടു കൂട്ടരും വാശി മുഴുത്ത് എന്ത് ചെയ്യുകയാണ്? ആവേശത്തോടു കൂടി നടന്നിരിക്കുക. ഞാൻ മാറില്ല, നീ മാറില്ല എന്നുള്ള മട്ടിൽ നടന്നെടുത്തോണ്ട് ഇരിക്കുകയാണ്. വിരിഞ്ഞ മാറുകൾ കൂട്ടിയിടിച്ചു. അതായത് നല്ല ബലിഷ്ഠന്മാരായിരുന്നല്ലേ കളരി ആശാനും പിന്നെ ഒതേനും ഒത്തിരി പ്രായമില്ല, ചെറുപ്പമാണ്. അപ്പം രണ്ടുപേരും തമ്മിൽ എന്ത് ചെയ്യാണ്? ഇങ്ങനെ കൂട്ടി ഇടിച്ചു. രണ്ടുപേരും വരമ്പിന് താഴേക്ക് തെറിച്ചു. അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും പഠിച്ചാൽ മതി. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ്സിൽ മിസ്സ് വായിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ മിസ്സ് വേഗം ഒന്ന് വായിക്കാം. എല്ലാവരും ടെക്സ്റ്റ് ബുക്കിനകത്ത് നോക്കുക. കടത്തനാട്ടെ വീരയോദ്ധാക്കളിൽ പ്രശസ്തനായിരുന്നല്ലോ ഒതേനൻ. ഒതേനക്കുറുപ്പിൻ്റെ ചങ്ങാതിയായിരുന്നു ചാപ്പൻ. ഒരു ദിവസം ഒതേനനും ചാപ്പനും വളയം എന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു. നടന്നാണ് യാത്ര. അവർ വിശാലമായ ഒരു പാടത്ത് ചെന്നിറങ്ങി. പാടത്തിൻ്റെ മധ്യത്തുള്ള നടന്നു തെളിഞ്ഞ വരമ്പിലൂടെ ഇളങ്കാറ്റേറ്റ് വർത്തമാനം പറഞ്ഞ് അവർ നീങ്ങി. ആ നേരത്ത് അതേ വരമ്പിലൂടെ ഏതാനും പേർ ഒതേനെതിരെ വരുന്നുണ്ടായിരുന്നു. അകലെ വെച്ച് തന്നെ ഒതേനൻ അവരെ കണ്ടു. ചാപ്പനോട് അവർ ആരാണെന്ന് തിരക്കി. പയ്യനാടൻ ചിണ്ടൻ നമ്പ്യാരും ശിഷ്യന്മാരുമാണ് ചാപ്പൻ പറഞ്ഞു. കളരിക്കലാശാൻ അല്ലേ? ഒതേനനും ചോദിച്ചു. തന്നെ, പക്ഷേ മുൻകോപിയും അഹങ്കാരിയും ധിക്കാരിയുമാണ് ചാപ്പൻ അറിയിച്ചു. ഒതേനൻ ഒന്ന് ഇരുത്തി മൂളി.
നടന്നു. ചാപ്പൻ പുഞ്ചിരിച്ചു. നമ്പ്യാരും ശിഷ്യന്മാരും അടുത്തെത്തി. അയാൾ വഴിമാറാൻ കൂട്ടാക്കിയില്ല. ഒതേനനും വഴിയൊഴിയാൻ ഒരുങ്ങിയില്ല. ഇരുകൂട്ടരും വാശി മുഴുത്ത് ആവേശത്തോടെ നടന്നെടുത്തു. വിരിഞ്ഞ മാറുകൾ കൂട്ടിയിടിച്ചു. രണ്ടുപേരും വരമ്പിന് താഴേക്ക് തെറിച്ചു വീണു. അപ്പം ഇത്രയും മിസ് കുറച്ചൊന്ന് വായിച്ചു തന്നിട്ടുള്ളൂ. കുറച്ച് കട്ടിയുള്ള വാക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് എല്ലാവരും വീട്ടിലിരുന്ന് 3 പ്രാവശ്യം ഇതൊന്ന് വായിച്ചു നോക്കണം. ബാക്കി കഥയൊന്ന് വായിച്ചു നോക്കണം. കേട്ടല്ലോ? ബാക്കി കഥ മിസ് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും മിടുക്കരായിട്ട് സേഫായിട്ട് വീട്ടിലിരിക്കുക കേട്ടോ. താങ്ക് യു.